ഇത് ഇന്ന് ഫുൾ മൂണാണ്. അപ്പോൾ അതെ ഫുൾ സൈസിലാട്ടോ മൂൺ നിൽക്കണത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ അത്. പിന്നെ അതെ ഇവിടെ നല്ല രീതിയിൽ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. ഇത് ഇന്നാണ് ഗായ് ഫോക്സ് ഡേ ന്യൂസിലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതായത് 5th നവംബർ. അപ്പം ഈ ഗായ് ഫോക്സ് ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ വർക്ക്സ് നൈറ്റ് എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം അവർ സെലിബ്രേറ്റ് ചെയ്യും, ഫയർ വർക്ക്സും കൊണ്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പം ഇതിനോടനുബന്ധിച്ച് തന്നെ ന്യൂസിലാൻഡിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഈ 2nd നവംബർ ടു 5th നവംബർ എന്നുള്ള ഈ ഡേറ്റ്സിൽ മാത്രമാണ് ന്യൂസിലാൻഡിൽ ഫയർ വർക്ക്സ് വിൽക്കാനുള്ള അനുവാദമുള്ളൂ ലീഗലി. അപ്പം ഈ സമയങ്ങളിൽ, അതായത് ഈ ദിവസങ്ങളിൽ ആൾക്കാരെല്ലാം ഈ ഫയർ വർക്ക്സ് എല്ലാം മേടിച്ച് കൂട്ടുകയും എന്നിട്ട് പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നാണ് ഗായ് ഫോക്സ് ഡേയുടെ ആ ഒരു നൈറ്റ്. അപ്പോൾ എവിടെയും ഈ ഫയർ വർക്ക്സിൻ്റെ പരിപാടിയാണ് എല്ലായിടത്തും നോക്കിയാലും. ഏതെങ്കിലും ദിവസം കടയിൽ ചെന്നിട്ട് നമുക്ക് ഫയർ വർക്ക്സ് മേടിക്കണം എന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ ഈ പറഞ്ഞ ഈ ഡേറ്റ്സിൽ മാത്രമാണ്, അതായത് വളരെ 2-3 ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ ആ സെയിൽ നടക്കത്തുള്ളൂ. അപ്പം ഫയർ വർക്ക്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുക. നമുക്ക് പൊട്ടിക്കണതിന് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ സമയത്താണ് നമുക്ക് മേടിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ പുതിയ പുതിയ ഷോപ്സ് ഇവർ ഓപ്പൺ ചെയ്യും. ആ ഒരു കുറച്ച് നാളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫയർ വർക്ക്സ് സെയിൽ ചെയ്യാനായിട്ട് ഈ കണ്ടെയ്നറിലൊക്കെയാണ് ഇവർ ഇത് സെയിൽ നടത്തുന്നത്. അപ്പം ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭയങ്കര സെയിലായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ആകെ 3 ദിവസത്തെ സെയിലെങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെയാണ് ന്യൂസിലാൻഡിലത്തെ ഫയർ വർക്ക്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം കാണുന്ന കാഴ്ചകളാട്ടോ ഇത്. 8-8:15 ശരിക്കും സമയം, ശരിക്കും ഡാർക്കായി. പക്ഷേ ഇങ്ങനെ ഫയർ വർക്ക്സ് അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നത് കാണാനൊരു രസം. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നാൽ. പിന്നെ ഞങ്ങളുടെ സ്ട്രീറ്റ് ഒരു ക്വയറ്റായിട്ടുള്ളൊരു സ്ട്രീറ്റാട്ടോ. ഇനിയിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. സമ്മർ ആയതുകൊണ്ട് നല്ല ഒരു ക്ലൈമറ്റാണ് ഈ സമയത്ത്.